മഴക്കാലത്ത് പൊളിഞ്ഞു വീഴുന്ന വീടുകൾ. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു ഈ അടുത്ത് കൊച്ചിയിൽ. അയാളെ കൈചൂട്ടി എന്തിനാ പറയുന്നത്? അല്ല എന്നാലും കൊച്ചിയിൽ മാത്രമല്ല, ഇവിടെ ഇതിനു മുമ്പ് തുടങ്ങിയ സമയത്ത് ഇടുക്കിയിലും ഇതുപോലൊരു സിമിലർ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഈ മലയോര പ്രദേശങ്ങളിൽ പൊതുവെ ഒന്ന് രണ്ടെണ്ണമായി. ഈ മലയോര പ്രദേശങ്ങളിൽ പൊതുവെ കാണുന്നതിൽ എനിക്ക് തോന്നുന്നു റീറ്റൈനിങ് വാൾ വിഷയം വരുന്നുണ്ട്. പിന്നെ മരങ്ങൾ കടവഴുകി വീഴുന്നുണ്ട്. അതെ, അതൊക്കെ പിന്നെ പഴയ വീടുകൾ ഓട് ഇട്ട വീടുകളൊക്കെ, അതൊക്കെയാണ് കൂടുതൽ സാധാരണ സംഭവിച്ചു വരുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സുനീറ, നിങ്ങളിത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ, ഇങ്ങോട്ട് എന്താണ് ഇതിന്റെ പോസിബിലിറ്റി? കൈ കൂട്ടിയിട്ട് വാർത്ത മനസ്സിലായല്ല. നിലവിൽ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്ന സമയത്ത് നേരെ സോഷ്യൽ മീഡിയയിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പണിയറിയാത്ത എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ലാഭം നോക്കിയിട്ട് കൊടുത്തു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിലവിൽ ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീഴണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡാമേജ് തന്നെയാണ്. ഫൗണ്ടേഷൻ മുതൽ നമുക്കിത് നോക്കാം. പലപ്പോഴും ആൾക്കാർ കൃത്യമായിട്ടുള്ള സോയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ ബിൽഡിങ്ങുകൾ ചെയ്യലുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് വർഷത്തിൻ്റെ 3/4 ഭാഗവും മഴയാണ്. ചതുപ്പ് പ്രദേശങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട കൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ റോഡ് പൊളിഞ്ഞു വീണു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അത് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. കാര്യം ഇതാണ്, ചെളിയുള്ള പ്രദേശങ്ങളിൽ പ്രോപ്പറായിട്ട് സ്ട്രെങ്തേൻ ചെയ്യാതെ വന്ന സമയത്ത് ഒരു പോർഷൻ ഇളവിയാൽ തന്നെ അത്രയും ലോഡ് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് താഴേക്ക് പോകും. റോഡിൻ്റെ കേസിൽ സെയിം സാധനം തന്നെയാണ് വീടിൻ്റെ കേസിൽ. ഇപ്പം നമ്മളെപ്പോഴും പറയലുണ്ട്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് സോയിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബേസ് കൊണ്ട് നിർത്താനുള്ളത്. പല ആളുകളും ഇതിൻ്റെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത്, കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത്, നമുക്ക് ബേസിക്കായിട്ട് കേരളത്തിൽ നമ്മൾ ഇന്ന് ചെയ്തു വരുന്നത് റബിൾ ഫൗണ്ടേഷനാണ്. പണ്ട് കാലം മുതലേ നമ്മൾ ചെയ്തതാണ്. അതായത് അല്ല, ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് ചെയ്തു വരുന്ന ഒരു സാധനം റബിൾ ഫൗണ്ടേഷനാണ്. നമ്മൾ പാറ എടുക്കുന്നു, ഒരു 2-2.5 അടി ഡെപ്തിലേക്ക് ഇത് കുഴിച്ചിട്ട് PCC ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് പാറ അടുക്കിയിട്ട് ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നൊരു സാധനം. പക്ഷേ ഇതെല്ലാ സ്ഥലത്തും ഇത് പ്രാക്ടിക്കലല്ല. ഇപ്പം മണ്ണിന് അവിടെ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോഴായിരിക്കും നമുക്കൊരു ഹാർഡ് സോയിൽ കിട്ടുക. അവിടെ നമ്മൾ ചെയ്യുന്നത് കോളം ഫൗണ്ടേഷനാണ്. നമ്മൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഒരു 1.5 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്ററോ ഒക്കെ താഴ്ചയിൽ അവിടെ നിന്ന് ഫുട്ടിങ് ചെയ്തു സ്റ്റീൽ വെച്ചിട്ട് PCC ചെയ്ത് കയറുന്നു. ഇതിലും നിൽക്കാത്തൊരു സ്റ്റേജിലാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് പയൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം, ആദ്യം നമ്മുടെ ഭൂമി എവിടെയാണ് ഹാർഡ് സോയിൽ എന്ന് അറിയണം. ഇപ്പം നിലവിൽ ഈ പറയുന്ന കണക്ക് 2 അടിയോ അല്ലെങ്കിൽ 1.5 മീറ്ററോ താഴ്ചയിലൊക്കെ നമുക്ക് കുഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഹാർഡ് സോയിൽ അറിയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്.